പ്രിയപ്പെട്ട കുട്ടികളെ, സാമ്പത്തിക ശാസ്ത്രത്തിന്റെ 3ാമത്തെ ക്ലാസ്സിലേക്കാണ് നമ്മൾ കടക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പരിശോധിച്ചത് സാമ്പത്തിക ശാസ്ത്രത്തിന്റെ നിർവചനത്തെക്കുറിച്ചായിരുന്നു. സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവായി അറിയപ്പെടുന്ന ആഡം സ്മിത്തിന്റെ നിർവചനവും കൂടാതെ ആൽഫ്രഡ് മാർഷൽ എന്ന സാമ്പത്തിക ശാസ്ത്രജ്ഞന്റെ നിർവചനവും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു കഴിഞ്ഞു. എന്നാൽ ഈ രണ്ട് നിർവചനങ്ങൾക്കും അതിൻ്റെതായ പരിമിതികളുണ്ട് എന്നും നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു. ഇനി മൂന്നാമതായി നമ്മൾ പരിശോധിക്കുന്നത് പ്രൊഫസർ ലയണൽ റോബിൻസന്റെ ദൗർലഭ്യ നിർവചനമാണ്. പ്രൊഫസർ ലയണൽ റോബിൻസന്റെ ദൗർലഭ്യ നിർവചനമാണ് ഇനി നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ സാമ്പത്തിക ശാസ്ത്രം ഒരു സാമൂഹ്യ ശാസ്ത്രമാണ്. ഈ സാമൂഹ്യ ശാസ്ത്രത്തിൽ ചർച്ച ചെയ്യുന്നത്, പഠിക്കുന്നത് മനുഷ്യന്റെ പെരുമാറ്റത്തെക്കുറിച്ചാണ്. രണ്ട് വസ്തുതകൾ നമ്മൾ പറഞ്ഞു. പ്രൊഫസർ ലയണൽ റോബിൻസന്റെ അഭിപ്രായത്തിൽ സാമ്പത്തിക ശാസ്ത്രം ഒരു സാമൂഹ്യ ശാസ്ത്രമാണ്. രണ്ടാമതായി നമ്മൾ പറഞ്ഞു വെച്ച വസ്തുത, സാമൂഹ്യ ശാസ്ത്രത്തിൽ മനുഷ്യന്റെ പെരുമാറ്റത്തെക്കുറിച്ചാണ് പഠിപ്പിക്കുന്നത്. എന്നാൽ മനുഷ്യന്റെ എല്ലാ പെരുമാറ്റവും സാമ്പത്തിക ശാസ്ത്രത്തിന്റെ ഭാഗമല്ല. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ബദൽ ഉപയോഗങ്ങളുള്ള ദൗർലഭ്യ വിഭവങ്ങളും മനുഷ്യാവശ്യങ്ങളും തമ്മിലുള്ള ബന്ധമെന്ന നിലക്ക് മനുഷ്യന്റെ പെരുമാറ്റത്തെക്കുറിച്ചുള്ള ഒരു സാമൂഹ്യ ശാസ്ത്രമാണ് സാമ്പത്തിക ശാസ്ത്രം. നോക്കൂ, എന്തൊക്കെ കാര്യങ്ങളാ പറഞ്ഞത്. തുടക്കത്തിൽ തന്നെ അദ്ദേഹം പറഞ്ഞു, എന്താണ് സാമ്പത്തിക ശാസ്ത്രം ഒരു സാമൂഹ്യ ശാസ്ത്രമാണെന്ന് പറഞ്ഞു വെച്ചു. രണ്ടാമതായി അദ്ദേഹം പറയുന്നു അത് മനുഷ്യന്റെ പെരുമാറ്റത്തെക്കുറിച്ചുള്ള പഠനമാണ്. മൂന്നാമതായി അദ്ദേഹം പറയുന്നു, എന്താ പറയുന്നത്, മനുഷ്യാവശ്യങ്ങളെ കുറിച്ചുള്ള പഠനമാണത്. നാലാമതായി അദ്ദേഹം പറയുന്നു ദൗർലഭ്യ വിഭവങ്ങളെ കുറിച്ചുള്ള പഠനമാണത്. അഞ്ചാമതായി അദ്ദേഹം പറയുന്നു ഈ ദൗർലഭ്യ വിഭവങ്ങൾക്ക് ബദൽ ഉപയോഗങ്ങളുണ്ട്. എന്താ മക്കളെ ഈ ബദൽ ഉപയോഗങ്ങൾ? ഒന്നിലധികം ആവശ്യങ്ങൾ ഉണ്ടാവുക. ഒരു വസ്തുവിന് ഒരു വിഭവം വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുമ്പോൾ അതിന് നമ്മൾ പറയും ബദൽ ഉപയോഗങ്ങൾ എന്നാണ് പറയാ. ഉദാഹരണമായി വെള്ളം എന്നൊരു വിഭവം, ആ വിഭവത്തിന് ഒരുപാട് ആവശ്യങ്ങളുണ്ട് അല്ലെ? വെള്ളത്തിന് ഒരുപാട് ആവശ്യങ്ങളുണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റും. അങ്ങനെ ഒരുപാട് ആവശ്യങ്ങൾ ഉണ്ട് എന്ന് പറയുമ്പോഴാണ് നമ്മൾ എന്ത് പറയാ, ബദൽ ഉപയോഗങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഒരിക്കൽ കൂടി പരിശോധിക്കാം, എന്താണ് സാമ്പത്തിക ശാസ്ത്രം. ലയണൽ റോബിൻസന്റെ അഭിപ്രായത്തിൽ ബദൽ ഉപയോഗങ്ങളുള്ള ദൗർലഭ്യ വിഭവങ്ങളും മനുഷ്യാവശ്യങ്ങളും തമ്മിലുള്ള ബന്ധമെന്ന നിലക്ക് മനുഷ്യന്റെ പെരുമാറ്റത്തെക്കുറിച്ചുള്ള സാമൂഹ്യ ശാസ്ത്രമാണ് സാമ്പത്തിക ശാസ്ത്രം. എന്ന് പറഞ്ഞാൽ ലയണൽ റോബിൻസൺ എന്തു പറയുന്നു ഇക്കണോമിക്സിനെ കുറിച്ച്? ഇക്കണോമിക്സിലെ സാമ്പത്തിക ശാസ്ത്രത്തിൽ പ്രധാനമായും ചർച്ച ചെയ്യുന്നത് ദൗർലഭ്യ വിഭവങ്ങളെ കുറിച്ചാണ്. അപ്പോൾ വിഭവങ്ങൾ ദൗർലഭ്യമാണ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് എന്ത് മനസ്സിലാവും? അവിടെ എപ്പോഴാണ് ഒരു വിഭവം ദൗർലഭ്യമാണെന്ന് പറയുന്നത്? ആവശ്യങ്ങളുമായി തട്ടിച്ചു നോക്കുമ്പോൾ വിഭവങ്ങളുടെ അളവ് കുറവാണെങ്കിൽ അപ്പോഴാണ് നമ്മൾ എന്ത് പറയുന്നത്, വിഭവങ്ങൾക്ക് ദൗർലഭ്യം നേരിടുന്നു എന്ന് പറയുന്നത്.
ലയണൽ റോബിൻസന്റെ ഡെഫിനിഷനിലെ നിർവചനത്തിലെ എന്തിനാണ് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്? ദൗർലഭ്യ വിഭവങ്ങൾക്കാണ് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. അപ്പൊ 3 ഡെഫിനിഷനിലേക്ക് നമ്മൾ വന്നു. ആദ്യമായിട്ട് ആഡം സ്മിത്തിന്റെ ഡെഫിനിഷൻ നമ്മൾ പരിശോധിച്ചു. രണ്ടാമതായിട്ട് ആൽഫ്രഡ് മാർഷലിന്റെ ഡെഫിനിഷൻ നമ്മൾ പരിശോധിച്ചു. മൂന്നാമതായിട്ട് ആരുടെ ഡെഫിനിഷൻ? ലയണൽ റോബിൻസിന്റെ ഡെഫിനിഷനും നമ്മൾ പരിശോധിച്ചു. അപ്പൊ ഈ 3 നിർവചനത്തിൽ കൂടി കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാകും ഏറ്റവും ഉത്തമം, അതായത് സാമ്പത്തിക ശാസ്ത്രം എന്ന വിഷയത്തെ നിർവചിക്കാൻ ഏറ്റവും ഉത്തമം ഏത് തന്നെയാണ്? ഈ ലയണൽ റോബിൻസന്റെ ദൗർലഭ്യ നിർവചനം തന്നെയാണ്. ഈ ദൗർലഭ്യ നിർവചനത്തിൽ നിന്നാണ് നമ്മൾ പതുക്കെ ഒരു രാജ്യത്തിന്റെ അഥവാ സമ്പദ് വ്യവസ്ഥയുടെ അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങളിലേക്ക് പോകുന്നത്. അപ്പൊ നമുക്കറിയണം എന്താണ് ഈ അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾ, ബേസിക് ഇക്കണോമിക് പ്രോബ്ലംസ്. അപ്പോ നമ്മൾ നേരത്തെ പറഞ്ഞു വെച്ചു, ലയണൽ റോബിൻസിന്റെ അഭിപ്രായത്തിൽ വിഭവങ്ങൾ ദൗർലഭ്യമാണ്, സ്കേഴ്സ് ആണ്. അപ്പോൾ ഒരു സമ്പദ് വ്യവസ്ഥയെ സംബന്ധിച്ചിടത്തോളം ഒരു ഭാഗത്ത് അപരിമിതങ്ങളായ മനുഷ്യാവശ്യങ്ങളും മറുഭാഗത്ത് പരിമിതമായ വിഭവങ്ങളും, അല്ലെ? അപ്പോൾ ഇത് രണ്ടും എന്തുണ്ടാക്കാണ്? ഒരു സമ്പദ് വ്യവസ്ഥയിലെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു. എന്താ പ്രശ്നം? ഈ ദൗർലഭ്യ വിഭവങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ആ സമ്പദ് വ്യവസ്ഥക്കകത്തെ മനുഷ്യരുടെ അപരിമിതങ്ങളായ ആവശ്യങ്ങളെ എങ്ങനെയാണ് നിറവേറ്റാൻ പറ്റുക? ഇതാണ് ഒരു സമ്പദ് വ്യവസ്ഥ അഭിമുഖീകരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഈ പ്രശ്നത്തെയാണ് നമ്മൾ എന്തായിട്ട് പറഞ്ഞത്? അടിസ്ഥാന സാമ്പത്തിക പ്രശ്നമായിട്ട് കണക്കാക്കുന്നത്. ബേസിക് ഇക്കണോമിക് പ്രോബ്ലംസ് എന്നാണ് പറയുന്നത്. എന്താണ് പറയുന്നത്? ബേസിക് ഇക്കണോമിക് പ്രോബ്ലംസ്, അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾ. അപ്പോൾ ഒരു സമ്പദ് വ്യവസ്ഥയ്ക്ക് എന്തുകൊണ്ടാണ് അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്? കാരണം ആ സമ്പദ് വ്യവസ്ഥക്കകത്തെ മനുഷ്യരുടെ ആവശ്യങ്ങൾ അപരിമിതങ്ങളും ആ അപരിമിതങ്ങളായ മനുഷ്യാവശ്യങ്ങളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ഉപയോഗിക്കാൻ കഴിയുന്ന വിഭവങ്ങൾ വളരെ പരിമിതവുമാണ്. ഈ കാരണം കൊണ്ടാണ് ഒരു സമ്പദ് വ്യവസ്ഥ അഭിമുഖീകരിക്കേണ്ടി വരുന്നത്? അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരുന്നത്. ഇനി നമുക്ക് നോക്കാം എന്താണ് ഈ അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾ. സാധാരണയായിട്ട് ഈ ഒരു സമ്പദ് വ്യവസ്ഥയുടെ അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങളെ 3 ഹെഡിങ് ആയിട്ടാണ് നമ്മൾ എഴുതുക. 3 ഹെഡിങ്ങിലായിട്ടാണ് നമ്മൾ അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങളെ എഴുതി വെക്കുക. ഒന്നാമതായിട്ട് വാട്ട് ടു പ്രൊഡ്യൂസ്, എന്ത് ഉൽപ്പാദിപ്പിക്കണം. രണ്ടാമത്തെ പ്രശ്നം എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം. മൂന്നാമത്തെ പ്രശ്നം ആർക്കു വേണ്ടി ഉൽപ്പാദിപ്പിക്കണം. വാട്ട് ടു പ്രൊഡ്യൂസ്, ഹൗ ടു പ്രൊഡ്യൂസ് and for whom to produce. What to produce, how to produce and for whom to produce. എന്ത് ഉൽപ്പാദിപ്പിക്കണം, എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം, ആർക്കു വേണ്ടി ഉൽപ്പാദിപ്പിക്കണം. ഇതാണ് ഒരു സമ്പദ് വ്യവസ്ഥ അഭിമുഖീകരിക്കുന്ന 3 പ്രശ്നങ്ങൾ നമ്മൾ പറയുന്നത്. ഇനി ഒന്നാമത്തെ പ്രശ്നത്തിലേക്ക് കടന്നു ചെല്ലാം. ഒരു എന്ത് ഉൽപ്പാദിപ്പിക്കണം, വാട്ട് ടു പ്രൊഡ്യൂസ്. എന്താ മക്കൾ ഇതിന്റെ അർത്ഥം? ഇത്രയേയുള്ളൂ. നമുക്കറിയാം സമ്പദ് വ്യവസ്ഥയിലെ മനുഷ്യരുടെ ആവശ്യങ്ങൾ അപരിമിതങ്ങളാണ്. ഒരുപാട് തരത്തിലുള്ള സാധന സേവനങ്ങൾ മനുഷ്യന് ആവശ്യമുണ്ട്, അല്ലെ? ആ ആവശ്യങ്ങളെ നിറവേറ്റാൻ വേണ്ടി ഒരുപാട് തരത്തിലുള്ള സാധന സേവനങ്ങൾ രാജ്യത്തിനകത്ത് ഉൽപ്പാദിപ്പിക്കേണ്ടതുണ്ട്. എന്നാൽ ഉൽപാദന പ്രക്രിയക്ക് ആവശ്യമായ വിഭവങ്ങൾ വളരെ കുറച്ചേ ഉള്ളൂ. അപ്പൊ എന്താ അവിടുത്തെ പ്രശ്നം?
ഈ കുറച്ച് വിഭവങ്ങൾ ഉപയോഗിച്ച് അല്ലെ, സമ്പദ് വ്യവസ്ഥയ്ക്കകത്ത് ലഭ്യമായ ഇത്തരം വിഭവങ്ങൾ ഉപയോഗിച്ച് ഏതൊക്കെ തരത്തിലുള്ള സാധന സേവനങ്ങൾ ഉൽപ്പാദിപ്പിക്കണം. സമ്പദ് വ്യവസ്ഥയ്ക്കകത്ത് ലഭ്യമായ വളരെ പരിമിതമായ വിഭവങ്ങൾ ഉപയോഗിച്ച് ഏതൊക്കെ തരത്തിലുള്ള സാധന സേവനങ്ങളായിരിക്കണം ഉൽപ്പാദിപ്പിക്കേണ്ടത്. ഇതാണ് എന്ത് ഉൽപ്പാദിപ്പിക്കണം എന്ന പ്രശ്നം സൂചിപ്പിക്കുന്നത്. ഇതാണ് ഒന്നാമത്തെ പ്രശ്നം. സമ്പദ് വ്യവസ്ഥ അഭിമുഖീകരിക്കുന്ന ഒന്നാമത്തെ പ്രശ്നവും ഇതാണ്. രണ്ടാമത്തെ പ്രശ്നം ഹൗ ടു പ്രൊഡ്യൂസ്, എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം. ഇവിടെ ചർച്ച ചെയ്യേണ്ടത് ഏത് തരത്തിലുള്ള സാങ്കേതിക വിദ്യയാണ് ഉപയോഗപ്പെടുത്തേണ്ടത്. നമുക്കറിയാം രണ്ട് തരത്തിലുള്ള സാങ്കേതിക വിദ്യയുണ്ട്. ഒന്ന് തൊഴിലധിഷ്ഠിത സാങ്കേതിക വിദ്യ, രണ്ട് മൂലധന അധിഷ്ഠിത സാങ്കേതിക വിദ്യ. എന്താ ഈ തൊഴിലധിഷ്ഠിത സാങ്കേതിക വിദ്യ എന്ന് പറഞ്ഞാൽ? കൂടുതലായിട്ട് തൊഴിലാളികളെ ഉപയോഗിച്ച് ഒരു ഉൽപാദന പ്രക്രിയ സാധ്യമാക്കുമ്പോൾ, ഒരു വസ്തു ഉൽപ്പാദിപ്പിക്കുമ്പോൾ ആ ഉൽപാദന പ്രക്രിയയിൽ ഉപയോഗപ്പെടുത്തുന്നത് എന്താണെന്ന് പറയാൻ നമുക്ക് തൊഴിൽ തീവ്ര സാങ്കേതിക വിദ്യയാണ്. എന്നാൽ മൂലധന തീവ്രം എന്ന് പറയുന്നതോ കൂടുതൽ മെഷീൻസ് ഉപയോഗിക്കുക, തൊഴിലാളികൾക്ക് പകരം മെഷീൻസ് യന്ത്രങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഉൽപാദന പ്രക്രിയ സാധ്യമാക്കുന്നതെങ്കിൽ അത്തരം സാങ്കേതിക വിദ്യയെ നമ്മൾ പറഞ്ഞ പേരാണ് മൂലധന തീവ്ര സാങ്കേതിക വിദ്യ. മൂലധന തീവ്ര സാങ്കേതിക വിദ്യ, ഇംഗ്ലീഷ് നമ്മൾ പറയാ ക്യാപിറ്റൽ ഇന്റൻസീവ് ടെക്നോളജി എന്നാണ്. തൊഴിലധിഷ്ഠിത അല്ലെ തൊഴിൽ തീവ്ര സാങ്കേതിക വിദ്യയെ നമ്മൾ പറയാ ലേബർ ഇന്റൻസീവ് ടെക്നോളജി എന്നാണ്. ചുരുക്കത്തിൽ ഒരു സമ്പദ് വ്യവസ്ഥയിലെ രണ്ട് തരത്തിലുള്ള സാങ്കേതിക വിദ്യയുണ്ട്. ഒന്ന് തൊഴിലധിഷ്ഠിത അല്ലെ തൊഴിൽ തീവ്ര സാങ്കേതിക വിദ്യ എന്ന് പറഞ്ഞാൽ ലേബർ ഇന്റൻസീവ് ടെക്നോളജി. രണ്ടാമത്തത് മൂലധന തീവ്രം അല്ലെ മൂലധന തീവ്ര സാങ്കേതിക വിദ്യ, അത് നമുക്ക് പറയാം ക്യാപിറ്റൽ ഇന്റൻസീവ് ടെക്നോളജി. അപ്പൊ ഇതിൽ ഏത് തരത്തിലുള്ള സാങ്കേതിക വിദ്യയാണ് സമ്പദ് വ്യവസ്ഥയിലെ ഉൽപാദന പ്രക്രിയയിൽ ഉപയോഗപ്പെടുത്തേണ്ടത്? ഇതാണ് ഒരു സമ്പദ് വ്യവസ്ഥ അഭിമുഖീകരിക്കുന്ന രണ്ടാമത്തെ പ്രശ്നം. ഒന്നാമത്തെ പ്രശ്നം എന്തായിരുന്നു? വാട്ട് ടു പ്രൊഡ്യൂസ്, എന്ത് ഉൽപ്പാദിപ്പിക്കണം. രണ്ടാമത്തെ പ്രശ്നം എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം. തുടർന്ന് നമ്മൾ മൂന്നാമത്തെ പ്രശ്നത്തിലേക്ക് വരുന്നു. ഫോർ ഹും ടു പ്രൊഡ്യൂസ്, ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കണം. ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കണം എന്ന ചോദ്യം വിതരണവുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. അതായത് ഒരു ഉൽപ്പന്നം ഉൽപ്പാദിപ്പിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉൽപാദന ഘടകങ്ങൾക്കിടയിൽ എങ്ങനെയാണ് ആ ഉൽപ്പന്നം വിതരണം ചെയ്യേണ്ടത്? ഇതാണ് മൂന്നാമത്തെ പ്രശ്നം. അപ്പൊ മൂന്ന് പ്രശ്നങ്ങൾ എന്തൊക്കെയാ? എന്തുൽപ്പാദിപ്പിക്കണം, വാട്ട് ടു പ്രൊഡ്യൂസ്. രണ്ട്, എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം, ഹൗ ടു പ്രൊഡ്യൂസ്. മൂന്ന്, ഫോർ ഹും ടു പ്രൊഡ്യൂസ്, ആർക്കു വേണ്ടി ഉൽപ്പാദിപ്പിക്കണം. ഇങ്ങനെ മൂന്ന് പ്രശ്നങ്ങളാണ് ഒരു സമ്പദ് വ്യവസ്ഥ അഭിമുഖീകരിക്കുന്നത്. ഈ മൂന്ന് പ്രശ്നങ്ങളെ കൂട്ടിച്ചേർത്താണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾ, ബേസിക് ഇക്കണോമിക് പ്രോബ്ലംസ് എന്ന് പറയുന്നത്. ക്ലിയർ? ഇനി നമുക്ക് ഇതിന്റെ തുടർഭാഗം അടുത്ത ക്ലാസ്സിൽ കേൾക്കാം.